ിരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ ആദ്യമായി കാണുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് കണ്ട ആദ്യത്തെ രംഗം ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, എന്റെ കൂടെയുള്ള രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ, രണ്ടാളുകൾ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ രണ്ടാളുകൾ ആരാണ്? ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മീകായിൽ അലൈഹിമുസ്സലാം. ആ രണ്ടാളുകളോടും ഞാൻ ചോദിക്കുകയാണ്, മഹാദാ, ഇതാ ഈ കാണുന്ന ശിക്ഷ എന്താണ്? അവർ രണ്ടാളും വിശദീകരണമൊന്നും അപ്പോൾ പറഞ്ഞില്ല. ഇൻതലിഖ്, മുന്നോട്ട് നടക്കൂ, പിന്നെ പറയാമെന്ന അർത്ഥത്തിൽ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോ ഫന്തലഖ്നാ ഹത്താ അതൈനാ അലാ റജുലിൻ മുദ്തജിഇൻ അലാ ഖഫാ, ഞങ്ങളെ പിന്നെ എത്തിയത് മറ്റൊരാളുടെ സമീപത്തേക്കാണ്. ആ മനുഷ്യന്റെ സമീപത്തെത്തി നോക്കുമ്പോ അയാളുടെ രംഗം എന്താണ്? മുദ്തജിഉൻ അലാ ഖഫാഹു, അയാളെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ്. മലർത്തിക്കിടത്തപ്പെട്ട ഒരു മനുഷ്യന്റെ അയാളുടെ തലഭാഗത്ത് റജുലുൻ ഖായിമുൻ അലാ റഅ്സിഹി, അതാ ആ കിടത്തപ്പെട്ട മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ബിഫിഹിരിൻ ഔ സഖറത്തിൻ, അതാ വലിയ ഒരു പാറക്കല്ലും പിടിച്ചുകൊണ്ട് അയാൾ നിൽപ്പാണ്. ഫയസ്ദഹു ബിഹി റഅ്സഹു, അയാളുടെ തലയിലേക്ക് ഈ പാറക്കല്ലൊരൊറ്റേറാണ്. അയാളുടെ തല ചതഞ്ഞരഞ്ഞു പോകുന്നു, തലയതാ ചതഞ്ഞരഞ്ഞു പോകുന്നു. ഫഇദാ ദറബഹു തദഹദഹൽ ഹജറു, അതാ ആ ഒറ്റ അടിക്ക് കല്ലങ്ങ് ഉരുണ്ടു പോവുകയുമാണ്. ഈ കല്ല് ഉരുണ്ടു പോകുമ്പോ, ആ ഉരുണ്ടു പോകുമ്പോഴേക്ക് ഇയാളുടെ ശരീരം, ഇയാളുടെ തലയാകെ ചതഞ്ഞരഞ്ഞു പോയിട്ടുണ്ട്. ഈ കല്ലുരുണ്ടുരുണ്ടു പോകുമ്പോ ഫന്തലഖ ഇലൈഹി ലിയഖുദഹു, ഇതാ ഈ മനുഷ്യൻ അയാളുടെ ആ കല്ലെടുക്കാൻ വേണ്ടി പോവുകയാണ്. കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഫലാ യർജിഉ ഇലാ ഹാദാ, ആ കല്ലെടുത്ത് ഇയാളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഹത്താ യൽതഇമ റഅ്സുഹു വആദ റഅ്സുഹു കമാ ഹുവ ഫആദ ഇലൈഹി ഫദറബഹു, ആ കല്ലെടുത്ത് മടങ്ങി വരുമ്പോഴേക്ക് ഈ ചതഞ്ഞരഞ്ഞു പോയ തലയതാ പൂർവസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. ഒരു കേടുമില്ലാത്ത ശിരസ്സായി മാറിയിരിക്കുന്നു. ആ ചതവെല്ലാം മാറിയിട്ട് അതാ നല്ല ആരോഗ്യമുള്ള തലയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഫആദ ഇലൈഹി ഫദറബഹു, വീണ്ടും അതാ മടങ്ങി വന്നിട്ട് പിന്നെയും കല്ലെടുത്തെറിഞ്ഞ് ചതച്ചരക്കുന്നു. ഇത് തന്നെ തുടരുകയാണ്, ഇത് തന്നെ തുടരാണ്. എറിയുന്നു, തല ചതഞ്ഞരയ്ക്കുന്നു, ആ കല്ലുരുണ്ടു പോകുന്നത് എടുത്തു വരുമ്പോഴേക്ക് തല പൂർവ്വസ്ഥിതിയിലാകുന്നു, പിന്നെയും എറിയുന്നു. ഈ രൂപത്തിലുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്റെ കൂടെയുള്ളവരോട്, മൻഹാദാ, ഇതാരാണ്? ഖാലാവർ രണ്ടാളും പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോകൂ. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ പിന്നെ എത്തിയത് എവിടേക്കാണ്? ഇലാ സഖബിൻ മിസ്ലത്തന്നൂർ അഅലാഹു ദയഖുൻ വഅസ്ഫലുഹു ആസിഉൻ യതവത്തഹു നാറാ فاقترب ارتفعوا حتى كادوا أن يخرجوا فإذا خمدت رجعوا فيها وفيها رجال ونساء عراة. ഞങ്ങൾ എത്തിയതെവിടെ കാണുന്നു? അതാ ഒരു ചൂളയെപ്പോലെ, ഒരു ചൂള പോലെ ഒരു ഗുഹയിലേക്കാണ് എത്തി നോക്കിയത്. ആ ഗുഹയിലേക്ക് നോക്കുമ്പോ അഅലാഹു ദയഖുൻ, അതിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയ ഗുഹയാണ്, ോറും ഇടുങ്ങിയ വായയാണ് അതിനുള്ളത്. വാസ്ഫലഹു വാസിഉൻ, ആ പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ചൂളയുടെ അടിഭാഗം വളരെ വിശാലമാണ്. അടിഭാഗം വളരെ വിശാലമായതും മുകൾ ഭാഗം ഇങ്ങനെ കുടുങ്ങിയ തലയോടുകൂടിയുള്ളതുമായ ഒരു ചൂളയിലേക്ക് നോക്കുമ്പോ അതാ യതവഖദു തഹ്തഹു നാറാ, അതിന്റെ അടിയിൽ തീ ാണ്. ആ പാത്രം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊള്ളിയിട്ട് അതാ ചൂട് സഹിക്കവയ്യാതെ അവരതാ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി മുകളിലോട്ട് വരുന്നു. സാധിക്കുന്നില്ല. ഫൈദാ ഖമദത് റജഉ ഫീഹാ,
ആ തീ അങ്ങണയുമ്പോഴേക്ക് അവർ പിന്നെയും അതിലേക്ക് വീഴുകയാണ്. തീ കത്തിച്ച് വീണ്ടും ചൂട് വരുമ്പോൾ പുറത്തേക്ക് അവർ പൊങ്ങുകയാണ്. രക്ഷപ്പെടാനാകുന്നില്ല. അങ്ങനെയതാ തീയിട്ട് കത്തിക്കപ്പെടുകയും ആ ആവിയിൽ അവര് പുറത്തേക്ക് വരികയും ആവി അങ്ങ് നീങ്ങുമ്പോ പിന്നെയും അതിലേക്ക് വീഴുകയും ഇങ്ങനെ നിരന്തരമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് വർഗം. ഞാൻ അതിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അതിലാരാണെന്നോ റിജാൽ പുരുഷന്മാരാണ്, വനിസാഉൻ സ്ത്രീകളുമാണ്. എങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാരാണെന്നോ, ഉറാത്ത് പരിപൂർണ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണ്, ഉടുതുണിയില്ലാത്ത സ്ത്രീ പുരുഷന്മാരാണ്. ആ രൂപത്തിൽ അതിൽ ഞാൻ കാണുന്നത്. ഫഖുൽതു, അപ്പോഴും ചോദിച്ചു എന്റെ കൂടെയുള്ളവരോട്, മൻഹാദാ, ഇതാരാണ്? ഖാല, അവർ രണ്ടാളും പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോകൂ പിന്നെ പറയാമെന്ന അർത്ഥത്തിൽ. ഫൻതലഖ്നാ ഹത്താ അതൈനാ അലാ നഹരിൻ മിൻ ദമിൻ ഫീഹി റജുലുൻ ഖായിമുൻ അലാ വസത്തിൻ നഹാരി റജുലുൻ ബൈന യദൈഹി ഹിജാറാ ഫഅഖ്ബല الرجل الذي في النهر فإذا أراد أن يخرج رمى الرجل بحجر فيه فرده حيث كان فجعل كلما جاء ليخرج رمى فيه بحجر فيرجع كما كان. വളരെ ഭീകരമായ ഒരു രംഗമാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോ അതാ ഒരു നദി, വളരെ ചുവന്ന നിറത്തിലുള്ള, അതാ ബ്ലഡിനാലുള്ള, രക്തത്താലുള്ള ഒരു പുഴയാണ് കാണുന്നത്, ഒരു നദിയാണ് കാണുന്നത്, ഒരരുവിയാണ് കാണുന്നത്. അതിലുള്ള വെള്ളം രക്തസമാനമാണ്, രക്തത്താലുള്ള വെള്ളമാണ്. അതിലതാ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തുകയാണ്. അയാള് നീന്തി കരക്കണയുമ്പോ അതാ വഅലാ ശത്തിൻ നഹരി റജുലുൻ, കരയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ മുമ്പിൽ അതാ ഒട്ടേറെ കല്ലുകളാണ്. ഈ മനുഷ്യനതാ വളരെ വിഷമിച്ച് ആ നടുത്തളത്തിൽ നിന്ന് നീന്തി കരപറ്റി വാവിളിർന്ന് വരുമ്പോഴേക്കതാ ഇയാളെ കല്ലെടുത്തുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഈ വ്യക്തി കല്ലെറിഞ്ഞോടിക്കുന്നു. അയാളുടെ വായയിലേക്ക് കല്ലുകൾ എടുത്തെറിയുന്നു. ആ മനുഷ്യൻ പിന്നെയും നദിയുടെ നടുവിലേക്ക് തന്നെ ആട്ടിയോടിക്കപ്പെടുന്നു. പിന്നെയും അയാൾ നീന്തി കരക്കണയാൻ നോക്കുന്നു. വാ പിളർന്ന് ക്ഷീണിച്ചു വരുന്ന നേരത്ത് പിന്നെയും അതാ കരക്ക് നിൽക്കുന്ന വ്യക്തി കല്ലുകൾ എടുത്തയാളുടെ വായയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിഞ്ഞുകൊണ്ട് അയാൾ പിന്നെയും ആ രക്തപ്പുഴയിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും രക്തം കുടിച്ചും ചീർത്ത് വീർത്തുകൊണ്ട് വളരെ പ്രയാസം സഹിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് പിന്നെ ഞാൻ കണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 4 വളരെ ദയനീയമായ രംഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. പിന്നീടതാ ഈ പിന്നെയും വേറെയും ചില രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം പറയട്ടെ, സുദീർഘമായ ഹദീസാണ്. അങ്ങനെ ഖുൽതു, അവസാനം ഈ സംഭവങ്ങളൊക്കെ നടന്നതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ കൂടെയുള്ളവരോട് ഞാൻ ചോദിച്ചു, തവഫ്തു മാനിയൽ ലൈല ഫഅഖ്ബിറാനി അമ്മാ റഅയ്ത്. അതാ ഞാൻ കുറെ നേരമായല്ലോ, പല രംഗങ്ങളും ഞാൻ ഈ രാത്രിയിൽ കാണുന്നല്ലോ. ഈ രാത്രിയിൽ നിങ്ങളിതാ എന്നെ പലയിടത്തേക്കും ഇങ്ങനെ ചുറ്റി സഞ്ചരിപ്പിച്ചല്ലോ. ഞാൻ കണ്ടതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഫഅഖ്ബിറാനി അമ്മാ റഅയ്ത്, ഞാൻ കണ്ടതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്നീ രണ്ടാളുകളോട്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മികായിൽ അലൈഹിസ്സലാമിനോടും പറഞ്ഞപ്പോ ഖാലാ, അവർ രണ്ടാളും പറഞ്ഞു, നഅം, അതേ, ഇപ്പോൾ വിശദീകരിച്ച് തരുന്ന നേരം തന്നെയാണ്, കേട്ടോളൂ. വിശദീകരിക്കാൻ പോവുകയാണ് ജിബ്രീലും മീകായിലും. ഈ രംഗങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അമ്മല്ലദീ റഅയ്തഹു യുശഖു സിദ്ഖുഹു ഫകദ്ദാബുൻ യുഹദ്ദിസു ബിൽ കദ്ബ ഫതുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ് ഫയുസ്നഉ ബിഹി മാ റഅയ്ത ഇലാ യൗമിൽ ഖിയാമ. അമ്മല്ലദീ റഅയ്തഹു, നീ ആദ്യം കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ ഒരാളതാ യുശഖു സിദ്ഖുഹു, അയാളുടെ ചിരിയിലേക്ക് അതാ ഇങ്ങനെ കൊടിലി കടത്തിയിട്ട് കീറി മുറിക്കപ്പെടുന്ന ഒരു രംഗം കണ്ടില്ലേ?
അതാരാണെന്നല്ലേ അറിയേണ്ടത്. ഫകദ്ദാബുൻ, നുണയനാണ് അയാള്, നുണ പറഞ്ഞു നടക്കുന്നവനാണ്, കളവ് പ്രചരിപ്പിക്കുന്നവനാണ്. അങ്ങനെ യുഹദ്ദിസു